ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ചച്ചുവിൻ്റെ സ്കൂളിലേക്ക് ഇന്ന് ചച്ചുവിന് ഒരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനും വരുണും ചച്ചു. അപ്പം ചച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ്, കൂടാതെ നമ്മൾ രണ്ടുപേരും കൂടെ എക്സൈറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഫോണിൽ നോക്കിയിട്ട് അതേപോലെ തന്നെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചച്ചു അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കറിയാം ഇതൊരു തുടക്കം മാത്രമാണെന്ന്. ഇനി സ്കൂളിലേക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ചച്ചുവിനെ ഉൾക്കൊള്ളിച്ച് തന്നെ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ ചച്ചുവിന് ഇത്തിരി ടഫാണല്ലോ, മുറിക്കലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള പൂവ് ഉണ്ടാക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ അവളെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കളർ അടിക്കാനുള്ള പോർഷൻ അവൾക്ക് കൊടുത്തു. അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ അടിക്കാൻ കൊടുത്തു. അവളോടെല്ലാം ചോദിച്ചാണ് ചെയ്യണത്, ഏത് കളറാണ് എന്താ വേണ്ടതെന്നൊക്കെ. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു വേസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പടം വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പടം വരയ്ക്കുന്നുണ്ട്. ഞാനും ചച്ചുവും വരുണും ഒക്കെ പടം വരയ്ക്കുന്നുണ്ട്. പടം വരച്ച് അതിന് കളർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുൺ അതിനെല്ലാത്തിനും കൂടി ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി സുഖമായിക്കോളൂ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് പൂവാണ്. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഓരോ ഫ്ലവറും ചച്ചുവിന് കൊടുത്തു. അതിൻ്റെ ഉള്ളിലായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ചച്ചുവിൻ്റെ പടമാണ്. ഏകദേശം ഒരു അമീബ വൈറസ് പോലെയാണ് അവൾ വരച്ച് വെച്ചേക്കണത്. ഞങ്ങൾ അവളോട് ചോദിച്ചു ഇത് ഏത് ഫ്ലവറാണെന്ന് വെച്ചപ്പോൾ അവൾ സൺഫ്ലവർ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ബാക്കി ഇരുന്ന എല്ലാ പൂവുകളും ഉണ്ടാക്കി. ആ ടൈം കൊണ്ട് വരുൺ ആ പൂവിനുള്ള കോലുകൾ അതിൽ ഒട്ടിച്ച് ഇതാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പൂവൊക്കെ കട്ട് ചെയ്ത് പിന്നെ വരുൺ കൈ കൊടുത്തു. വരുൺ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചച്ചു ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവൾക്ക് വേണമെന്നുള്ള രീതിക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഒന്ന് ആളെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ അവൾ ഹാപ്പിയായി. അവൾ നാളെ ഇത് കൊണ്ടുപോകാനുള്ള ഇതൊക്കെയായിരുന്നു അവൾക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.